ഹായ് ദിസ് ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഷോർട്ട് ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ കുഞ്ചാക്കോ ബോബൻ, ഗിരീഷ് പോത്തൻ, ചിദംബരം, ജാഫർ ഇടുക്കി, സജിൻ ഗോപു, കൂടാതെ പൂജ മോഹൻരാജ്. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ് എഴുത്ത്, സംവിധാനം. എന്ന തന്റെ കേസോട്, ആൻഡ്രൂ കുഞ്ഞപ്പൻ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ്. അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുന്നൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. എല്ലാ പടത്തിലും അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് കാണാനുണ്ട്. അദ്ദേഹത്തിന് ട്രേഡ് മാർക്ക് ചിന്തകൾ ആ പടങ്ങളിലൂടെ കാണാൻ പറ്റും. ഒരു ദുരൂഹ സാഹചര്യത്തിലും അതുപോലെ തന്നെയാണ്. ഇറ്റ്സ് നോ ഡിഫറെൻറ്റ്. അതായത് വളരെ കോക്കി ആയിട്ടുള്ള ഒരു പടം, വളരെ വളരെ കോക്കി ആയിട്ടുള്ള, സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു പടം. ഇതിൽ പത്രങ്ങൾ, ഇത് ക്യാരക്ടേഴ്സ് വായിക്കുന്ന പത്രങ്ങളിലെ പേരുകൾ എന്ന് വെച്ചാൽ കൗബീനൻ ഡെയിലി, മല വാർത്ത, അതിസാരൻ ന്യൂസ്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, കോക്കി ആയിട്ടുള്ള, സ്ട്രേഞ്ച് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉള്ള പടമാണ്. ഇതിന് 75% എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പടം. അത് ചിന്തിച്ചിരുന്ന രീതി, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയെല്ലാം, പിന്നെ സൗണ്ട് മിക്സിങ്, സിങ് സൗണ്ട്, ഇതൊക്കെ കലക്കനാണ്. പക്ഷെ അവസാനത്തെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഭയങ്കര മാറ്റം, ഒരു ഓവർ ഡ്രമാറ്റൈസേഷൻ, അങ്ങനെയൊക്കെ. അതുവരെ ഉണ്ടായിരുന്ന പടമല്ല പിന്നെ കാണുന്നത്, അവസാനം നമ്മൾ കണ്ടത്. അത് വളരെ ഒരു ജാറിങ് ആയിട്ട് തോന്നി. അതെല്ലാം നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി പെർഫോമൻസസ്, എക്സെപ്ഷണൽ പെർഫോമൻസസ് ആണ്. ദിലീഷ് പോത്തൻ, കുഞ്ചാക്കോ, ചിദംബരം ഒക്കെ ചെയ്യുന്ന വളരെ ഭംഗിയായിട്ടാണ്. ആക്ടിങ്ങും ഡയലോഗ് ഡെലിവറിയും എസ്പെഷ്യലി, അതെല്ലാം ഉഗ്രനാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും എനിക്കൊരു എബവ് ആവറേജ് എഫറായിട്ട് തോന്നി. 3 stars ഔട്ട് ഓഫ് 5 ഫോർ ഒരു ദുരൂഹ സാഹചര്യത്തിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.